ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഷഫീന ബീവി എന്ന് പറയുന്ന കാട്ടുവാണത്തെ പറ്റിയിട്ട് പറയാം. റസുൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി സജനയുടെയും റസുൽ പൂക്കുട്ടിയുടെയും വിഷയം മറച്ചു വെച്ചുകൊണ്ട് ദിയാസനയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് സമൂഹത്തിന്റെ മുമ്പിൽ തള്ളി അവർക്ക് അതിനൊരു ചർച്ചയാക്കാൻ പാകത്തിനൊരു സംഭവം ഇട്ടുകൊടുത്ത് എന്തോ കാണിക്കുന്ന മട്ടിൽ ഭയങ്കരമായ ആട്ടങ്ങൾ ആടുന്നുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ലൈഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ജേണിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇന്ന് നിൽക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിലും ആളുകളുടെ ഇടയിലും എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും എൻ്റെ കുടുംബക്കാരുടെ ഇടയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ഉമ്മായും എൻ്റെ മകനും എൻ്റെ അനിയത്തിയും അവളുടെ ഫാമിലിയും മാത്രമുള്ളതാണ്. അതിലപ്പുറം എനിക്കൊരു ബന്ധങ്ങളോ ഒരു തരം ഒരു ഇമോഷൻസോ ആളുകളായിട്ട് ആരുമായിട്ടും എനിക്കില്ല. ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ പോലും എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിരുന്ന ആളിൻ്റെ ഫാമിലിയാണ്. ശരിക്കും ഈ നിമിഷം വരെ ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും വേറെ വിവാഹവും കഴിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ജീവിതം എൻ്റെതായിട്ടുള്ള ഇഷ്ടത്തിനും എൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലും ഞാൻ ജീവിക്കുന്നുണ്ട്. ഞാൻ അന്നെടുത്ത തികച്ചും നിർണായകമായിട്ടുള്ള തീരുമാനം എൻ്റെ കുടുംബത്തിൽ നിന്നും ഈ ഭർത്താവായിരുന്ന ആളുകളുടെ ഫാമിലിയിൽ നിന്നും ഞാൻ ഇറങ്ങിപ്പോയ നിമിഷമായിരുന്നു. അതുകൊണ്ടിട്ട് എനിക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റും, ഓരോ പെൺകുട്ടികളും ഗാർഹിക പീഡനം ഏറ്റുകൊണ്ട് ഒരിടത്തും അടങ്ങി നിൽക്കരുത് എന്നും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരണമെന്നും ഇതുപോലെയുള്ള കുടുംബങ്ങളുടെ അടുത്ത് ഒരു രീതിയിലും ഒരു പെൺകുട്ടികളെയും അയക്കരുത് എന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പം ആ ഇന്റർവ്യൂ കണ്ടത് മുതൽ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ജീവിതം ഏത് രീതിയിലായിരിക്കും പോയിട്ടുണ്ടാവും എന്നുള്ളത്. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും തന്നെ തരുന്നില്ല. എന്നെപ്പറ്റി പറയുന്ന അലിഗേഷൻസ്, ഞാൻ സിഗരറ്റ് വലിക്കുന്നു, അന്നേ ഞാൻ MDMA വിളിക്കുന്നു, കച്ചവടം, എൻ്റെ ജോലി, എൻ്റെ പ്രൊഫഷൻ വളരെ കൃത്യമായിട്ട് എൻ്റെ പ്രൊഫൈലിൽ തന്നെ ഉണ്ട്. ഓക്കെ, എന്നെ അറിയുന്നവർ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, എല്ലാ ആളുകൾക്കും അത് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ആരും വേവലാതിപ്പെടേണ്ട എൻ്റെ ജോലി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പണികളെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെടുകയും വേണ്ട. നിങ്ങൾ ഏത് വഴിക്ക് വേണമെങ്കിലും നിങ്ങൾ അന്വേഷിച്ചോളൂ. ഇല്ലീഗൽ എന്നുള്ള രീതിയിൽ ഒരിക്കലും എനിക്ക് ജീവിക്കേണ്ട സാഹചര്യവും വന്നിട്ടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എൻ്റെ ബാങ്ക് ബാലൻസ് ഒരു 80,000 രൂപ അടുപ്പിച്ചുണ്ടാവും. അതിലപ്പുറത്തേക്ക് ഒരു രൂപ പോലും ഉണ്ടാവില്ല. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. ഓക്കെ, പക്ഷേ റസുൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഷഫീന ബീവി നടത്തുന്ന നാടകത്തില് ഈ പറഞ്ഞ എൻ്റെ ഭർത്താവായിരുന്ന ആളുകളുടെ ഫാമിലിയും കാശ് വാങ്ങിയത്